Good morning. So next we can see what are the provisions in the Sale of Goods Act for consequences of breach of contract of sale. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഒക്കെ ഫോം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ബയർ ഓർ സെല്ലർ എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്നുള്ളത്. ഓക്കെ, so here in addition to the rights given to the unpaid seller, the act gives the following rights to the agreed parties. ആരാണോ എഗ്രീഡ് പാർട്ടി പരാതി ഉള്ളത്, അഗ്രീഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ പരാതിക്കാരെയാണല്ലോ, അപ്പോൾ അവർക്ക് എന്തൊക്കെ റെമഡീസ് ആണ് നോക്കാം. അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ്. ഇത് കൂടാതെ സാധാ സെല്ലറിനും ബയറിനും എന്തെല്ലാം റൈറ്റ്സ് ഉണ്ട് എന്ന് നോക്കാം. ഓക്കെ, വെൻ ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഫസ്റ്റത്തെ റൈറ്റ് പറയുന്നതാണ് ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ്. അതായത് വെൻ ദി ബയർ റോങ്ഫുള്ളി നിഗ്ലെക്ട്സ് or refuses to accept and pay for the goods, seller may sue him for non-acceptance and pay for the goods. അതായത് ഇവിടെ ആദ്യം പറയുന്നത് സെല്ലർക്ക് കിട്ടുന്ന റെമഡിയാണ്. അതായത് ബയർ എന്ത് ചെയ്ത് റോങ്ഫുള്ളി നിഗ്ലെക്ട്സ് ഓർ റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ആൻഡ് പേ ഫോർ ദ ഗുഡ്സ്. സെല്ലർ ഇസ് റെഡി ടു ഡെലിവർ, അതായത് സെല്ലർ എല്ലാം ഡെലിവർ ചെയ്യാൻ റെഡിയായി പോയ സമയത്ത് ബയർ എന്താക്കുക ചെയ്യുന്നത്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രൈസ് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഹി മേ സ്യൂ ഹിം ഫോർ നോൺ ആക്സെപ്റ്റൻസ് ആൻഡ് പേ ഫോർ ദ പ്രൈസ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ റെമഡി എന്ന് പറയുന്നത്, ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ്. സെക്കൻഡ് ഇസ് ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. നോൺ ഡെലിവറി എന്ന് പറയുമ്പോൾ ആരാ ഡെലിവർ ചെയ്യേണ്ടത്, സെല്ലറാണ്. അപ്പോൾ സെല്ലർ ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ബയർക്ക് കിട്ടുന്ന റെമഡി എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതാണ് ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. വേർ ദ സെല്ലർ റോങ്ഫുള്ളി നിഗ്ലെക്ട്സ് ഓർ റെഫ്യൂസസ് ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദി ബയർ മേ സ്യൂ ദ സെല്ലർ ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം പറയുന്നത്, ആദ്യം സെല്ലർ ഈസ് റെഡി ടു ഡെലിവർ ബട്ട് ദി ബയർ എന്താ പറയുക ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ്, ദെൻ സെല്ലർ മേ സ്യൂ ഹിം ഫോർ നോൺ ആക്സെപ്റ്റൻസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് പ്രൈസ്. ദെൻ സെക്കൻഡ് കേസ് ഡാമേജസ് ഫോർ നോൺ ഡെലിവറി എന്ന് പറയുമ്പോൾ അവിടെ ആരാ വീഴ്ച വരുത്തുന്നത്, സെല്ലർ. അങ്ങനെയാണെങ്കിൽ ബയർക്കും എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഹി ക്യാൻ സ്യൂ ഹിം ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. ഇനി മൂന്നാമത്തെ ഒരു റെമഡി പറയുന്നത് സ്പെസിഫിക് പെർഫോമൻസ് ആണ്. നമ്മൾ റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് സ്പെസിഫിക് പെർഫോമൻസ് എന്നുള്ളത്. എന്തായിരുന്നു സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, എന്താണോ കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കോടതിൻ്റെ ഒരു ഓർഡറാണത്. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇൻ എനി സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഡെലിവർ സ്പെസിഫിക് ഓർ എസർട്ടൈൻ ഗുഡ്സ്, the court may, if it thinks fit, on the application of the plaintiff, by its decree directs that contract shall be performed specifically, without giving the defendant the option of retaining the goods on payment of damages. ചില സമയത്ത് പ്ലെയിൻറ്റിഫിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കോടതി എന്തിനുള്ള ഉത്തരവിടുന്ന പറയുന്നത്, ഡിഫൻറ്റിന് എന്താണോ കിട്ടാതെയായി പോയിട്ടുള്ളത് ആ സാധനം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ പെർഫോം ചെയ്യണമെന്ന്, ഷുഡ് ബി പെർഫോംഡ് സ്പെസിഫിക്കലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കി കളയും. മനസ്സിലായല്ലോ? അതായത് ദ ഡിക്രി മേ ബി അൺകണ്ടീഷണൽ or upon such terms and conditions as to damages, payment of price or otherwise the court may do. അതായത് എല്ലാ കേസിലും ഉണ്ടാവില്ല, കോടതിക്ക് തോന്നണം. അതാണ് പറയുന്നത് ഇഫ് ഇറ്റ് തിങ്സ് ഫിറ്റ്. ഓക്കെ, അതാണ് കോടതി അവിടെ പറഞ്ഞത്, കോർട്ട് മേ ഇഫ് ഇറ്റ് തിങ്സ് ഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ചില കേസിൽ സ്പെസിഫിക് പെർഫോമൻസിന് തന്നെയുള്ള ഓർഡർ കൊടുക്കും. ദ നെക്സ്റ്റ് വൺ ഇസ് റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. എന്താണ് ബ്രീച്ച് ഓഫ് വാറണ്ടി എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വാറണ്ടി എന്താണെന്ന് അറിയാം, ബ്രീച്ച് ഓഫ് വാറണ്ടി എന്താണെന്ന് അറിയാം. അപ്പോൾ ബ്രീച്ച് ഓഫ് വാറണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യില്ല, പക്ഷേ എന്താക്കാം എന്നാണ് പറയുന്നത്, ആർക്കാണോ പ്രശ്നമുള്ളത് യു ക്യാൻ ക്ലെയിം ഫോർ ഡാമേജസ് ഓൺലി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിലാണെങ്കിൽ വെൻ ദർ ഇസ് എ ബ്രീച്ച് ഓഫ് വാറണ്ടി ബൈ ദ സെല്ലർ,
the buyer is not by reason only of such breach of warranty entitled to reject the goods, but he may എന്തിനൊക്കെയുള്ള റെമഡീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ he may set up against the seller the breach of warranty in diminution or extinction of the price, or sue the seller for damages for breach of warranty. Then next one is repudiation of contract. Repudiation എന്ന് പറഞ്ഞാൽ എന്താ? Cancellation of contract. അതായത് where party to a contract of sale repudiates the contract before the date of delivery. ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുമ്പേ ആയിട്ട് പാർട്ടി എന്താക്കുന്നു? കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ അതർ മേ ഈതർ ട്രീറ്റ് ദ കോൺട്രാക്റ്റ് ആസ് സബ്സിസ്റ്റിംഗ് ആൻഡ് വെയിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെലിവറി, or he may treat the contract as rescinded and sue for damages for breach. അതായത് ഒന്നുകിൽ കോൺട്രാക്റ്റ് സബ്സിസ്റ്റിംഗ് ആയിട്ട് കണക്കാക്കാം, എന്നിട്ട് എന്നാണോ ഡേറ്റ് ഓഫ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഹി ക്യാൻ സ്യൂ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ആൻഡ് സ്പെഷ്യൽ ഡാമേജസ്. ചില ഇതിൽ എന്തിനും കൂടെ ഉള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്? ഇൻട്രസ്റ്റ് കിട്ടാനുള്ള പലിശ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡാമേജസ് ഒക്കെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ദ സെല്ലർ ഓർ ബയർ മേ റിക്കവർ ഇൻട്രസ്റ്റ് ഓർ സ്പെഷ്യൽ ഡാമേജസ് ഇൻ എനി കേസ് വെയർ ബൈ ലോ interest or special damages may be recoverable. He may also recover the money paid where the consideration for payment of it has failed. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബയർക്കാണെങ്കിലും സെല്ലർക്കാണെങ്കിലും ആർക്കാണോ നിയമപ്രകാരം ആ സമയത്ത് എന്തിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്? ചില കേസിൽ ഇൻട്രസ്റ്റ് പലിശ വരെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, അതേപോലെ സ്പെഷ്യൽ ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദീസ് ആർ ദ പ്രൊവിഷൻസ് ഇൻ ദ ആക്ട് ഫോർ കോൺസിക്വൻസസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഏതൊക്കെയാണ് കോൺട്രാക്ട്സ് ഇൻവോൾവിങ് സീ റൂട്ട്സ് എന്നുള്ളതാണ്. അതായത് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വിച്ച് ഇൻവോൾവ്സ് സീ റൂട്ട്സ് സർട്ടൻ സ്പെഷ്യൽ ക്ലോസസ് ആൻഡ് കണ്ടീഷൻസ് എക്സിസ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സീ റൂട്ട് കോൺട്രാക്റ്റ് എന്നുള്ളത് നോക്കാം, എന്തൊക്കെയാണ് അതിലുള്ള സ്പെഷ്യൽ ക്ലോസസ് എന്നുള്ളതും പഠിക്കാം. ഓക്കെ, അതിൽ വരുന്നത് ഫസ്റ്റ് വൺ FAS കോൺട്രാക്റ്റാണ്. FAS എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ അലോങ് സൈഡ് ഷിപ്പ്. ഫ്രീ അലോങ് സൈഡ് ഷിപ്പ്. അതായത് ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് സോൾഡ് അണ്ടർ ആൻ FAS കോൺട്രാക്ട് passes from the seller to the buyer when goods are delivered alongside the ship named by the buyer under a contract of carriage. അതായത് കോൺട്രാക്റ്റ് ഓഫ് കാരേജ് പ്രകാരം ബയർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഷിപ്പിൽ സാധനങ്ങൾ കയറ്റി വിടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഷിപ്പിൽ കയറ്റുന്നതോട് കൂടിയിട്ട് എന്തും പാസ് ചെയ്യപ്പെടുന്നു? ഓണർഷിപ്പ് ഓൾസോ പാസസ് ഫ്രം സെല്ലർ ടു ദി ബയർ. മനസ്സിലായി? അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് FAS, ഫ്രീ അലോങ് സൈഡ് ഷിപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ് സോൾഡ് അണ്ടർ ഇൻ ദിസ് കോൺട്രാക്ട് പാസസ് ഫ്രം സെല്ലർ ടു ദി ബയർ വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് അലോങ് സൈഡ് ദ ഷിപ്പ് നെയിംഡ് ബൈ ദി ബയർ. ഇവിടെ സെല്ലറുടെ ഡ്യൂട്ടി എന്താണ്, ബയറുടെ ഡ്യൂട്ടി എന്താണെന്നും കൂടെ പഠിക്കണം. സെല്ലേഴ്സ് ഡ്യൂട്ടി എന്ത് മാത്രമേ ഉള്ളൂ? ടു ഡെലിവർ ദ ഗുഡ്സ് അലോങ് സൈഡ് ദ ഷിപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം? ടു നോട്ടിഫൈ ദി ബയർ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ദ ഗുഡ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ഇൻ ദ ഷിപ്പ്. അതായത് ഷിപ്പിൽ കയറ്റി വിടുക, എന്നിട്ട് ബയറെ അറിയിക്കുക ഇന്ന ഷിപ്പിൽ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി സെല്ലറുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓണർഷിപ്പ് ആരിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു? ബയറെ അറിയിക്കുന്നതോട് കൂടിയിട്ട് ഓണർഷിപ്പ് പാസസ് ഫ്രം സെല്ലർ ടു ബയർ. ബയറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടു അറേഞ്ച് ഫോർ കോൺട്രാക്റ്റ് ഓഫ് അഫ്രൈറ്റ്മെൻറ്റ്. അതായത് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ദ ബയർ എന്താക്കുന്ന പറയുന്നത്, to give the seller sufficient notice of the ship and time for delivery alongside the ship and to pay all charges and bear all risk from the time the goods are delivered alongside. To give the seller sufficient notice of name of the ship, അതേമാതിരി type of delivery and pay all charges to bear all risk from the time goods are delivered alongside the ship.
ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് വരുന്നുണ്ട്, FOB കോൺട്രാക്റ്റും FORും. അപ്പം FOB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓൺ ബോർഡ്, FOR എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ഓൺ റെയിൽ. ഈ രണ്ട് കോൺട്രാക്റ്റിലും സെല്ലറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാം. ഫ്രീ ഓൺ ബോർഡ് ആണെങ്കിൽ പുട്ട് ദ ഗുഡ്സ് ഓൺ ബോർഡ്, അല്ലെങ്കിൽ FOR ആണെങ്കിൽ പുട്ട് ദ ഗുഡ്സ് ഓൺ റെയിൽ അറ്റ് സെല്ലേഴ്സ് എക്സ്പെൻസ്. ഓക്കെ, അതായത് ഗുഡ്സ് ലെൻറ്റ് ചെയ്യുന്നത് വരെ ഹി ഹാസ് ടു ബെയർ ദ എക്സ്പെൻസസ് ഓഫ് ലെൻറ്റിങ് ദ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ബയറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹീസ് ഫ്രീ ഫ്രം ബെയറിങ് ദ കോസ്റ്റ് ഓഫ് പുട്ടിങ് ദ ഗുഡ്സ് ഓൺ ബോർഡ് ഓർ ഓൺ റെയിൽ, ബട്ട് ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്രൈറ്റ്, ഇൻഷുറൻസ് ആൻഡ് സബ്സിക്വൻറ്റ് എക്സ്പെൻസസ്. അപ്പം ബയറിൻ്റെ ഡ്യൂട്ടി എന്ത് മാത്രമേ ഉള്ളൂ, ഈ ഗുഡ്സ് ബോർഡിലെത്തിക്കുക അല്ലെങ്കിൽ റെയിലെത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദെൻ ആഫ്റ്റർ പുട്ടിങ് ദ ഗുഡ്സ് ഓൺ ബോർഡ് ഓർ ഓൺ റെയിൽ ദ റെസ്പോൺസിബിലിറ്റി വിൽ ബി ഷിഫ്റ്റഡ് ടു ദി ബയർ. അതായത് സെല്ലർ ഡസ് നോട്ട് ഇൻഷുർ ദ ഗുഡ്സ് ആസ് ദ ഓണർഷിപ്പ് പാസസ് ടു ദി ബയർ ആസ് സൂൺ ആസ് ഗുഡ്സ് ആർ പുട്ട് ഓൺ ബോർഡ് ഓർ ഓൺ റെയിൽ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് FOBക്ക്. ഇഫ് A of Delhi agrees to sell 100 tons of sugar, FOB Mumbai to B of Manchester. അപ്പോൾ this would mean that A must put the goods on board at ship at Mumbai at his own expense under a contract of carriage by sea to be made by on behalf of the buyer for the purpose of transmission to the buyer. ഇവിടെ സെല്ലറിൻ്റെയും ബയറിൻ്റെയും ഡ്യൂട്ടീസ് നോക്കുകയാണെങ്കിൽ സെല്ലറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടു ഡെലിവർ ദ ഗുഡ്സ് ഓൺ ബോർഡ് ദ ഷിപ്പ് നെയിംഡ് ബൈ ദി ബയർ. വെൻ ഗുഡ്സ് ആർ പുട്ട് ഓൺ ദ ബോർഡ് ദേ ആർ അറ്റ് ദ റിസ്ക് ഓഫ് ദി ബയർ. ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് ദി ബയർ. അപ്പോൾ ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ എൻഡ്സ് വെൻ ഹി ഡെലിവേഴ്സ് ദ ഗുഡ്സ് അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസ് ടു ദി ഷിപ്പ് അല്ലെങ്കിൽ അറ്റ് ദ പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ്. Such transfers the possession, property and risk to the buyer. അവിടെ എത്തുന്നതോടുകൂടി ഈ മൂന്ന് സാധനങ്ങളും പൊസഷനും പ്രോപ്പർട്ടിയും റിസ്ക്കും ആരിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു? ഇറ്റ് പാസസ് ടു ദി ബയർ. എന്നിട്ട് സെല്ലർ എന്ത് ചെയ്യണം? ടു ഗിവ് നോട്ടീസ് ഓഫ് ദ ഷിപ്മെൻറ്റ് ടു ദി ബയർ so as to enable him to protect himself by insurance against loss during the sea transit. If the seller fails to do this, the goods will be at his risk എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഷിപ്പിൽ ഇതായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ നോട്ടീസ് ഏത് ഷിപ്പാണെന്നുള്ള കാര്യങ്ങൾ ബയറെ അറിയിക്കുക. ഈ ബയറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടു അറേഞ്ച് ദ കോൺട്രാക്റ്റ് ഓഫ് എഫ്രൈറ്റ്മെൻറ്റ്, ഏത് ഷിപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ദെൻ ദ നെയിം ഓഫ് ദ ഷിപ്പ് ടു വിച്ച് ദ ഗുഡ്സ് ആർ ടു ബി ഡെലിവേർഡ് ഓർ ടു ഓതറൈസ് ദ സെല്ലർ ടു സെലക്ട് ദ ഷിപ്പ്. ഇനി അടുത്തത് വരുന്നത് CIF കോൺട്രാക്റ്റാണ്. CIF എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്. അതായത് ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ മൂന്നെണ്ണം: കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ദ പ്രൈസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്യും, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ദ ഫ്രൈറ്റ് എവിടേക്കുള്ളതാണോ ഫ്രൈറ്റ് ചാർജസ് എന്ന് വെച്ചാൽ അതുവരെയുള്ള. അപ്പോൾ CIF contract is performed by the delivery of documents representing to the buyer through a bank. അതായത് ഇവിടെ എങ്ങനെയാണ് പ്രോസസ്സ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഗുഡ്സ് വെൻ ദ ബയർ ഓർഡേഴ്സ് ഗുഡ്സ് ഫ്രം എ മെർച്ചൻറ്റ് എബ്രോഡ്, then the seller having insured the goods and delivered them to a common carrier like ship obtains the bill of lading. അതായത് ഇപ്പം ഗുഡ്സൊക്കെ ഇൻഷുർ ചെയ്ത് ഷിപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ സെല്ലറിന് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്? ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയും. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ചരക്ക് കയറ്റി കഴിഞ്ഞിട്ട് ഈ ഗുഡ്സ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ബില്ലിനെയാണ്, ആ ചരക്ക് കയറ്റൽ ബിൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ ബിൽ ഓഫ് ലേഡിംഗ് കിട്ടും. അപ്പോൾ ദെൻ ദ സെല്ലർ മേക്സ് ഔട്ട് എൻ ഇൻവോയ്സ് ഓഫ് ദ ഗുഡ്സ് ഷോയിങ് ദ എമൗണ്ട് ടു ബി റിക്കവേർഡ് ഫ്രം ദി ബയർ. അപ്പോൾ ഒരു ബിൽ ഓഫ് ലേഡിംഗ് ഉണ്ടാവും, അതേപോലെ ഒരു ഇൻവോയ്സ് ഉണ്ടാവും. മനസ്സിലായല്ലോ? പിന്നെ ഇൻഷുർ ചെയ്തതായിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാവുക. അതായത് 3 documents വൈസ്: ഇൻവോയ്സ് എന്തിനാണെന്ന് വെച്ചാൽ പ്രൈസ് കാണിക്കുന്നതാണ്. ഇൻഷുറൻസ് പോളിസി ആൻഡ് ബിൽ ഓഫ് ലേഡിംഗ് ആർ സെൻറ്റ് യൂഷ്വലി ത്രൂ ദ സെല്ലേഴ്സ് ബാങ്ക്
സിറ്റുവേറ്റഡ് അറ്റ് ദി പ്ലേസ് ഓഫ് ദി ബയർ. അപ്പോൾ എബ്രോഡിലുള്ള സെല്ലർ എന്ത് ചെയ്യും, ബയർ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ഇവരുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് അയക്കും. സെല്ലറുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് എവിടെയാണോ ബയറിൻ്റെ സ്ഥലത്തുള്ളത്, ഇന്ത്യയിൽ എവിടെയാണോ ഉള്ളത്, ഇപ്പം ഗൾഫിൽ നിന്ന് ഒരാളും കൂടെ അയക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണോ ഇതിൻ്റെ ബ്രാഞ്ച് ഉള്ളത്, ഇന്ത്യയിൽ നിന്നല്ല ബയർ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട്. ഈ സംഭവങ്ങൾ മൂന്നും ഏതൊക്കെയാണ്? ഇൻവോയ്സും ബിൽ ഓഫ് ലേഡിംഗ് ആൻഡ് ഇൻഷുറൻസ് പോളിസി. The bank to which the documents are sent collect the price from a buyer and delivers the goods to him. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ബ്രാഞ്ചിൽ, ഈ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഈ 3 ഡോക്യുമെൻറ്റ്സ് എത്തുന്ന സമയത്ത് അവർ ബയർ അറിയിക്കും. ബയർ വന്നിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് എത്രയാണ് എമൗണ്ട് നോക്കിയിട്ട് അടയ്ക്കണം. സോ ഹെൻസ് അണ്ടർ CIF കോൺട്രാക്ട് പ്രൈസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ്, ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് ഫ്രൈറ്റ് ചാർജസ്. ഓക്കെ, അപ്പം അങ്ങനെ പ്രൈസ് അടയ്ക്കുന്നതോട് കൂടിയിട്ട് എന്ത് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദീസ് ഡോക്യുമെൻറ്റ്സ് വിൽ റെപ്രസെൻറ്റ് ദ ഗുഡ്സ് ടു ബി പർച്ചേസ്ഡ് ബൈ ദി ബയർ ആൻഡ് ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ. ഇനി ബയർ വിൽ ഗെറ്റ് ദോസ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ഫ്രം ദ ബാങ്ക് ഓൺലി ആഫ്റ്റർ പേയിങ് ദ പ്രൈസ് എന്നാണ് പറയുന്നത്. പ്രൈസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ബയറെ സംബന്ധിച്ചിടത്തോളം സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷനാണ്. സെല്ലർക്ക് ബയർ കാശടച്ചതിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് പാസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ബയർക്ക് ടൈറ്റിൽ കിട്ടിയതിന് ശേഷം മാത്രം പോയിട്ട് സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ള. അപ്പോൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് എന്താ പറയുക, ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ. മനസ്സിലായോ? ഇവിടെ സെല്ലർ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടു മേക്ക് ഔട്ട് എൻ ഇൻവോയ്സ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്, ദെൻ ടു ഷിപ്പ് അറ്റ് ദ പോർട്ട് ഓഫ് ഷിപ്മെൻറ്റ് ഗുഡ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഒബ്റ്റെയിൻഡ് ഇൻ ദി കോൺട്രാക്ട്. ഡ്യൂട്ടി ഓഫ് ബയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പേ ദ അൺലോഡിംഗ്, വെയർഫേജ് ചാർജസ് എക്സെട്ര അറ്റ് ദ പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ, ടു പേ ഓൾ കസ്റ്റംസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് എക്സ് ഷിപ്പ് കോൺട്രാക്ട് എന്നുള്ളതാണ്. These are the contracts under which the seller causes the delivery of goods to be made to the buyer from a ship which has arrived at the port of destination at seller's expense. ഓക്കെ, അത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലർ ഹാസ് ടു ഡെലിവർ ദ ഗുഡ്സ് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ദ ഷിപ്പ്. അതുമാതിരി സെല്ലർ ഹാസ് ടു പേ ദ ഫ്രൈറ്റ് ആൻഡ് ഗുഡ്സ് ആർ അറ്റ് ദ സെല്ലേഴ്സ് എക്സ്പെൻസ് ഡ്യൂറിങ് വോയേജ്. അതായത് ഗുഡ്സ് ഷിപ്പിലെത്തി ഡെലിവറി ചെയ്യുന്നത് വരെ ആർക്ക് തന്നെയല്ല റിസ്ക്കും, സെല്ലറിന് തന്നെയാണ് റിസ്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് സെല്ലേഴ്സ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദി ബയർ ഫ്രം എ ഷിപ്പ് വിച്ച് ഹാസ് അറൈവ്ഡ് അറ്റ് ദ പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ ആൻഡ് ടു പേ ദ ഫ്രൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് എന്താ പറയുക കോൺട്രാക്ട് ഇൻവോൾവിങ് സീ റൂട്ട്സ്. ഇനി നമ്മൾ ഓപ്ഷൻ സെയിലാണ് നോക്കാൻ പോകുന്നത്. ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? ലേലം വിളിക്കുന്നതിനാണ്. ലേലത്തിൽ സെയിൽ നടത്തൂലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്ഷൻ സെയിൽ എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പബ്ലിക് സെയിൽ. ദ ഗുഡ്സ് ആർ സോൾഡ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് അറ്റ് ലാർജ് ഹു ആർ അസംബിൾഡ് ഇൻ വൺ പ്ലേസ് ഫോർ ഓപ്ഷൻ. സച്ച് ഇൻട്രസ്റ്റഡ് ബയേഴ്സ് ആർ ദ ബിഡേഴ്സ്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്ന പറയുന്നത് ഒരു പബ്ലിക് കോമ്പറ്റീഷൻ പോലെയാണ്. അതായത് ഇറ്റ് ഈസ് എ മാനർ ഓഫ് സെല്ലിംഗ് പ്രോപ്പർട്ടി ബൈ ബിഡ്സ് യൂഷ്വലി ടു ദ ഹയസ്റ്റ് ബിഡർ. ബിഡൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ലേലം വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ എന്താ പറയുക, ഒരാൾ ഒരു എമൗണ്ട് വെച്ച് ഒരു സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കും. എന്നിട്ട് ഒരാൾ ഒരു വില പറയും, അന്നപ്പം അടുത്ത ആൾ വേറെ അതിൽ കൂട്ടി പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഹയസ്റ്റ് ബിഡർ ആരാണോ അവർക്കാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക സെല്ലിംഗ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് പാസ് ചെയ്യുന്നതിനാണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയാം. ഇനി അത് നടത്തുന്ന ആളെ പറയുന്ന പേരാണ് ഓപ്ഷനെയർ. ഓപ്ഷനെയർ ഹു സെൽസ് ഗുഡ്സ് ബൈ ഓപ്ഷൻ ഈസ് ദ ഏജൻറ്റ് ഓഫ് ദി സെല്ലർ ഓൺലി. അല്ലാണ്ട് ശരിക്കുള്ള ഓണറല്ല. ഓപ്ഷനെയർ എന്ന് പറയുന്നത് ആരാണ്? ശരിക്കുള്ള സെല്ലറിൻ്റെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അയാൾ സെല്ല് ചെയ്യുക എങ്ങനെയാണെന്നറിയോ? ഹി മേ സെൽ ഹിസ് ഓൺ പ്രോപ്പർട്ടി ആസ്, അതായത് സെല്ലർ ഇസ് ദ പ്രിൻസിപ്പിൾ
ആൻഡ് he need not disclose the fact that he is so selling. അതായത് ഓപ്ഷനെയർ ഹോൾഡ് ദ ഗുഡ്സ് ആസ് ബെയിലി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ പ്രൈസ് ദേ ആർ ഓഫറിങ് ഫോർ ഗുഡ്സ് ഇസ് ദ ബിഡ്. ബിഡ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഇവരിങ്ങനെ ഓഫർ ചെയ്യുന്ന പ്രൈസിനെയാണ് എന്തെന്ന് പറയുക? ബിഡ് എന്ന് പറയാം. ആൻഡ് ദ ഗുഡ്സ് വിൽ ബി സോൾഡ് ടു ദ ബിഡർ വിത്ത് ദ ഹയസ്റ്റ് ബിഡ്. അപ്പോൾ ആരാണോ ഹയസ്റ്റ് പ്രൈസ് പറയുന്നത് അവർക്കാണ് ഗുഡ്സ് സെയിൽ നടക്കുക. അപ്പം ഓപ്ഷനെയർ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞ്, ബട്ട് ഇഫ് ഓപ്ഷനെയർ വിഷസ് ടു സെൽ ഹിസ് ഓൺ പ്രോപ്പർട്ടി ആസ് ദ പ്രിൻസിപ്പിൾ ഹി ക്യാൻ ഡു സോ ആൻഡ് ഹി നീഡ് നോട്ട് ഡിസ്ക്ലോസ് ദിസ് ഫാക്ട്. ഇറ്റ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് അണ്ടർ ലോ. അതായത് ഓപ്ഷനെയർ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ സാധനങ്ങളൊന്നുമല്ല, അതിൻ്റെ മുതലാളി വേറെയാണെന്ന് പറഞ്ഞെങ്ങാണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ സ്വന്തം ഗുഡ്സ് മാതിരി അയാൾക്ക് വിൽക്കുകയൊക്കെ ചെയ്യാം. ഇനി എന്തൊക്കെ റൂൾസാണ് നോക്കാം നമുക്ക് ഓപ്ഷൻ സെയിലിന് വരുന്ന റൂൾസ്. ഓക്കെ, ശരിക്കും കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ആര് തമ്മിലാണ് വരുന്നത്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ഓപ്ഷനെയർ ആൻഡ് ദ ബയർ. ദ ഓപ്ഷനെയർ ഇൻകേഴ്സ് സെർട്ടൻ ലയബിലിറ്റീസ് ഇഫ് നോട്ട് അറ്റ് ഓൾ. ഇത് ശരിക്കും എന്താ പറയുക, കോൺട്രാക്റ്റ് വരുന്നത് നമ്മൾ കാഴ്ചയിൽ കാണുന്നത് ഈ ഓപ്ഷനെയറും ബയറും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് മാതിരിയാണ്. പക്ഷേ ശരിക്കും ഇതിൻ്റെ ആൾ ആരാണ്? ഓണർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒറിജിനൽ സെല്ലർ വേറെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ റൂൾസാണ് അപ്ലിക്കബിൾ നോക്കാം. ഫസ്റ്റ് വൺ, ഗുഡ്സ് സോൾഡ് ഇൻ ലോട്ട്സ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ്സ് സോൾഡ് ഇൻ ലോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പം ഇൻ എൻ ഓപ്ഷൻ സെയിൽ ദർ മേ ബി മെനി ഗുഡ്സ് അപ്പ് ഫോർ സെയിൽ ഓഫ് മെനി കൈൻഡ്സ്. ഇഫ് സം പെർട്ടിക്കുലേഴ്സ് പുട്ട് അപ്പ് ഫോർ സെയിൽ ഇൻ എ ലോട്ട്, ഈച്ച് such lot considered as a separate subject of separate contract of sale. മനസ്സിലായല്ലോ? ഒരുപാട് ഗുഡ്സ് ഉണ്ട് ലേലത്തിൽ വിളിക്കാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ ഓരോന്നായിട്ടേക്കും വിളിക്കും. ചിലപ്പോൾ ആദ്യം ഫർണിച്ചർ വിളിക്കും, പിന്നെ ഗോൾഡ്, അങ്ങനെ പലതരത്തിലുള്ള ഗുഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ലോട്ടായിട്ട് തന്നെയാണ് കണക്കാക്കുക. സെപ്പറേറ്റ് കോൺട്രാക്റ്റ് ഓഫ് സെയിലായിട്ട് തന്നെയാണ് കണക്കാക്കുക. അതിനാണ് സെയിൽ ഇൻ ലോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ എൻ ഓപ്ഷൻ സെയിൽ ഇസ് മെയ്ഡ് ഇൻ ലോട്ട്സ്, each lot is prima facie deemed to be the subject of a separate contract of sale എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ്, കംപ്ലീഷൻ ഓഫ് സെയിൽ. അതായത് എ സെയിൽ ബൈ ഓപ്ഷനേഴ്സ് കംപ്ലീറ്റ് വെൻ ദ ഓപ്ഷനെയർ അനൗൺസസ് ഇറ്റ്സ് കംപ്ലീഷൻ ആൻഡ് കോൺസിക്വൻ്റ്ലി പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പാസസ് ടു ദി ബയർ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഒരാൾ 10 രൂപ വിളിച്ച് വേറൊരാൾ 20 രൂപ വിളിച്ച് അങ്ങനെ വിളിച്ച് ഹയസ്റ്റ് ബിഡ് ഏതാണോ അവർക്കാണ് ഉറപ്പിക്കുക സാധനം. അപ്പം ഓപ്ഷണർ അന്നേരം ഒന്നുകിൽ ഈ ഹാമർ വെച്ചിട്ട് 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞാൽ മുട്ടിങ്ങാണ്ട് ബിഡ് ഉറപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ ദി ഓപ്ഷനെയർ സെയ്സ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഓപ്ഷനെയർ അനൗൺസ് ചെയ്യണം, ലേലം ഇത് അവിടെ ഉറപ്പിക്കുന്നു. 3 തരം പറഞ്ഞു കഴിഞ്ഞ് ഹാമർ അടിച്ച് കഴിയുന്നതോടുകൂടിയാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സോ ദിസ് ക്യാൻ ബി ഡൺ ബൈ ആക്ഷൻസ് ഓൾസോ ലൈക്ക് ഫോളിങ് ഓഫ് ദി ഹാമർ ഓർ എനി സച്ച് കസ്റ്റമറി ആക്ഷൻ. ബട്ട് ടിൽ ദി ഓപ്ഷനെയർ ഡസ് നോട്ട് അനൗൺസ് ദ കംപ്ലീഷൻ ഓഫ് ദ സെയിൽ, ദ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ക്യാൻ കീപ് ബിഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമതൊരു പോയിന്റ് പറയുന്നത് സെല്ലർ മേ റിസർവ് റൈറ്റ് ടു ബിഡ്. ചില സമയത്ത് സെല്ലർ എന്താക്കുന്ന പറയുന്നത്, ഹി മേ റിസർവ് റൈറ്റ് ടു ബിഡ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നോക്കാം. അതായത് സെല്ലർ മേ റിസർവ് ഹിസ് റൈറ്റ് ടു ബിഡ്. അതായത് ടു ഡു സോ he must expressly reserve such right to bid. In this case, seller on any person on his behalf can bid at the auction. ചിലപ്പോൾ സെല്ലർ തന്നെ എന്ത് ചെയ്യുന്ന പറയുന്നത്, ബിഡ് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ഏൽപ്പിക്കും. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ്? ചില സമയത്ത് സെല്ലർ നോട്ടിഫൈ ചെയ്യും, ചിലപ്പോൾ നോട്ടിഫൈ ചെയ്യില്ല. ഇഫ് ദ സെയിൽ ഇസ് നോട്ട് നോട്ടിഫൈഡ് ടു ബി സബ്ജക്റ്റ് to a right to bid on behalf of the seller, it shall not be lawful for the auctioneer to take the bid. അതായത് if the seller has not notified of his right to bid, he may not do so under any circumstances. മനസ്സിലായില്ല, ചെയ്യാൻ പാടില്ല. Then neither the seller nor any person on his behalf can bid at the auction. If done, then it will be unlawful എന്നാണ് പറയുന്നത്. അതായത് നോട്ടിഫൈ ചെയ്യാണ്ട് ഒരിക്കലും റൈറ്റ് ഓഫ് ബിഡ് റിസർവ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അൺലോഫുള്ളാണ്.
The auctioneer also cannot accept such bids from the seller or any other person on his behalf. And any sale that contravenes this rule is to be treated as fraudulent by buyer. അതായത് any sale contravening the above rule may be treated as fraudulent by buyer എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈസ് റിസർവ് പ്രൈസ് വരുന്നുണ്ട്. അതായത് an auction sale may be subject to a reserve price or an upset price. അതായത് this means the auctioneer will not sell the goods for any price below the said reserve price. അപ്പം ചില സമയത്ത് പ്രിറ്റൻഡഡ് ബിഡിങ് ആവാം, അങ്ങനെയൊക്കെ വരാം. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്ത് ഒബ്ജക്റ്റ് ഓഫ് ഡിപ്രസിങ് ദ സെയിൽ, അതായത് എത്രയെങ്കിലും വിലയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, സെയിൽസ് ഡിപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ പർച്ചേസ് മേ ബി അങ്ങനെയുള്ള ഇതുണ്ടാവാം. അതായത് അവർ ഒത്തു കളിക്കുന്നൊരു പരിപാടി ഉണ്ടാവാം. അങ്ങനെയുള്ളത് പർച്ചേസസ് എന്തായിട്ടാണ് കണക്കാക്കുക? മേ ബി ഫ്രോഡുലൻറ്റ് ആൻഡ് ദെയർ ഫോർ വോയിഡബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇഫ് ദ സെല്ലർ മേക്സ് യൂസ് ഓഫ് പ്രിറ്റൻറ്റഡ് ബിഡിങ് ടു റേസ് ദ പ്രൈസ് ദ സെയിൽ ഇസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ. ഇതേപോലെ തന്നെ ബയർ ഒത്തു കളിക്കുന്നത് പോലെ തന്നെ എന്തുണ്ടാവാം? സെല്ലറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും പ്രിറ്റൻറ്റഡ് ബിഡിങ്. If the seller or any other person appointed by his employees pretending bidding to raise the price of the goods. അതായത് ഒരാൾ 10 രൂപ വിളിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും? അവർ കൂട്ടി വിളിക്കും. ഇവരുള്ളൊരു ഒത്തുകളിയായിരിക്കും. അപ്പം സെല്ലർ വെച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കൂട്ടി വിളിച്ചിട്ട് പ്രിറ്റൻഡഡ് ബിഡിങ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ദ സെയിൽ ഇസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ബയർ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ബയർ ക്യാൻ ചൂസ് ടു ഓണർ ദ കോൺട്രാക്ട് ഓർ ഹീ ക്യാൻ ചൂസ് ടു വോയിഡ്. ലാസ്റ്റ് പറയുന്നത് when the auctioneer sells goods he impliedly undertakes to give possession against the price paid into his hands and undertakes that such possession will not be disturbed by principal or himself. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓപ്ഷനെയർ കനോട്ട് സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആസ് പെർ വിഷസ് എന്നാണ് പറയുന്നത്. ഹി കനോട്ട് ആക്സെപ്റ്റ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈതർ അൺലെസ് ദ സെല്ലർ ഇസ് എക്സ്പ്രസ്ലി ഫൈൻ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഒരിക്കലും ഓപ്ഷനിൽ ഉണ്ടാവില്ല. പക്ഷേ എക്സ്പ്രസ്ലി സെല്ലർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ക്യാരി ഓൺ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ റൂൾസ് ഓഫ് ഓപ്ഷൻ സെയിൽ. താങ്ക് യു.